ഇന്ന് ഡിസംബർ 14 ഞായറാഴ്ച നാരായണീയ ദിനമാണ്. ശ്രീമദ് ഭാഗവതത്തിൻ്റെ സാരം ഉൾക്കൊള്ളുന്ന നാരായണീയം മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് രചിച്ച് ഭഗവാൻ ഗുരുവായൂരപ്പന് സമർപ്പിച്ച ഓർമ്മ ദിവസം. എല്ലാ വർഷവും വൃശ്ചികം 28-നാണ് നാരായണീയ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. രോഗശാന്തിക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് നാരായണീയം പാരായണം ചെയ്യാവുന്നതാണ്. വാതരോഗം കൊണ്ട് ബുദ്ധിമുട്ടി മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടാണ് രോഗമുക്തിക്ക് വേണ്ടിയിട്ട് നാരായണീയം ഭഗവാൻ എഴുതി സമർപ്പിച്ചത്. കൊല്ലവർഷം 762 വൃശ്ചികമാസം 28 ഞായറാഴ്ചയുമായിരുന്നു അന്ന്. 100 ദശകങ്ങളിലായി 1034 സൗഗന്ധിക പുഷ്പങ്ങൾ കോർത്ത നാരായണീയം ഗുരുവായൂരപ്പൻ്റെ നടയിൽ വെക്കുമ്പോൾ മേൽപ്പത്തൂരിനും പ്രായം 27 വയസ്സായിരുന്നു. ആനന്ദമുള്ളിടത്ത് വേണം രോഗശാന്തിക്ക് പ്രാർത്ഥിക്കാൻ എന്ന തത്വം ഉൾക്കൊണ്ട് സാന്ദ്രാനന്ദാവബോധാത്മകം എന്നു തുടങ്ങി ആയുരാരോഗ്യ സൗഖ്യം കുറിച്ച് ഈയൊരു നാരായണീയം നമ്മൾ പാടി സമർപ്പിച്ചാൽ രോഗമുക്തി തീർച്ചയായും നമുക്ക് ലഭിച്ചിരിക്കും. നിത്യപാരായണത്തിന് നമ്മളെ സഹായിക്കുന്നതാണ് നാരായണീയം. ഒരു ദിവസം ഒരു ദശകം വെച്ച് 100 ദിവസം കൊണ്ട് നമുക്ക് 100 ദശകങ്ങൾ വായിച്ചു തീർക്കാം. ശ്രീമദ് ഭാഗവതം ഒരു ദിവസം കൊണ്ട് വായിച്ചു തീർക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷേ നാരായണീയം നമുക്ക് ഒരു ദിവസം കൊണ്ടാണെങ്കിലും വായിച്ചു തീർക്കാവുന്നതേ ഉള്ളൂ. നാരായണീയം പതിവായി ജപിക്കുന്നതിന് നമുക്ക് മനഃശുദ്ധി മാത്രമാണ് വേണ്ടത്, മറ്റൊന്നും നമുക്ക് വേണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കഴിയുന്നതും എല്ലാവരും ദിവസവും ഒരു ദശകം വെച്ച് നാരായണീയം ഭഗവാന് മുൻപിൽ പ്രാർത്ഥിച്ചാൽ തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പ്രാർത്ഥനകളും പൂജകളും മുടങ്ങാതെ ചെയ്യണമെങ്കിൽ നമുക്ക് ആരോഗ്യമുണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ ആരോഗ്യ സൗഖ്യത്തിനു വേണ്ടി ദിവസവും നാരായണീയം പാരായണം ചെയ്യാം. ഇന്നത്തെ ദിവസം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വളരെയധികം വിശേഷമായിട്ട് തന്നെയാണ് ആചരിക്കുന്നത്. ഗുരുവായൂരപ്പൻ്റെ മുൻപിലിരുന്ന് നാരായണീയം എഴുതി സമർപ്പിച്ച മേൽപ്പത്തൂരിന് രോഗശാന്തി ഉണ്ടായി എന്നും മാത്രമല്ല ഭഗവാൻ ദർശനവും മേൽപ്പത്തൂരിന് കൊടുത്തു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഗ്രന്ഥം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഗുരുവായൂരപ്പൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുകയും ചെയ്യും. ഒരുപാട് ശ്ലോകങ്ങൾ ഈ ഒരു നാരായണീയത്തിൽ വളരെയധികം പ്രസിദ്ധമാണെങ്കിൽ പോലും 8-ാം ദശകത്തിലെ 13-ാമത്തെ ശ്ലോകം ഇതിലെടുത്തു പറയുന്നതാണ്. കാരണം രോഗശാന്തിയാണ് ആ ഒരു ശ്ലോകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാരായണീയമുള്ളവരൊക്കെ തീർച്ചയായിട്ടും ഇന്ന് ഒരു ദശകമെങ്കിലും ചൊല്ലി ഭഗവാന് സമർപ്പിക്കാനായിട്ട് ശ്രമിക്കണം.